ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 10ന്റെ ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്നലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയച്ചവർക്ക് ആദ്യമേ കൺഗ്രാറ്റുലേഷൻസ് പറയട്ടെ. ഉത്തരം റിവീൽ ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ജോഡി അല്ലെങ്കിൽ ഇണ എന്നർത്ഥം വരുന്ന ഒരു പുരുഷന്റെ പേര് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം ഏർ. ഉൽപ്പത്തി 38 അധ്യായം അതിന്റെ 3ഉം 7ഉം വാക്യങ്ങളിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത്. ഏർ അർത്ഥം ജോഡി അല്ലെങ്കിൽ ഇണ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഭർത്താവ് മരിച്ച സ്ത്രീകൾ ധരിക്കുന്ന ഉടയാട ഏത് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം വൈധവ്യ വസ്ത്രം. അതായത് ഉൽപ്പത്തി 38 അധ്യായം അതിന്റെ 14ാമത്തെ വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത്. വേണമെങ്കിൽ ആൻസർ ഒന്നുകൂടെ പറയാം, വൈധവ്യ വസ്ത്രം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, രാജാക്കന്മാരുടെ പിറന്നാളിന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പദം ഏത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം തിരുനാൾ. ഓക്കെ, അപ്പോ ആ ആൻസർ ഉണ്ടായിരുന്നത് ഉൽപ്പത്തി 40 അധ്യായം അതിന്റെ 20ാമത്തെ വാക്യത്തിലാണ്. ഓക്കെ, ഉത്തരം ഒന്നുകൂടെ പറയുന്നു, തിരുനാൾ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു, അലസത, വസ്ത്രം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്ന ഒറ്റ പദം ഏത്? ഉത്തരം മടിശീല. ഓക്കെ, മത്തായി 10 അധ്യായം അതിന്റെ 9ാമത്തെ വാക്യത്തിലാണ് ഉത്തരം ഉണ്ടായിരുന്നത്. അലസത, മടി എന്നുള്ളതാണ് മീനിങ്, വസ്ത്രം, ശീല. ഓക്കെ, അപ്പോ അതിന്റെ ഉത്തരം മടിശീല എന്നുള്ളതാണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു, മത്തായി 10 അധ്യായത്തിൽ കാണുന്ന ഒരു പദത്തിന്റെ അവസാനത്തെ 2 അക്ഷരം ഒരു എബ്രായ മാസത്തിന്റെ പേരാണ്. പേരെന്ത്? എബ്രായ മാസം ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം ബേത് സെബൂൽ. മത്തായി 10 അധ്യായം 25ാമത്തെ വാക്യം. എബ്രായ മാസം ഭൂൽ. 1 രാജാക്കന്മാർ 6 അധ്യായം 37ാമത്തെ വാക്യം. ഓക്കെ, അപ്പൊ അതൊരു എബ്രായ മാസമായിരുന്നു ഭൂൽ എന്നുള്ളത്. അപ്പോ ഉത്തരം ബേത് സെബൂൽ ആണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഞാൻ റിവീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ വരുന്നത് ഉൽപ്പത്തി 41 മുതൽ 44 അധ്യായവും അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായത്തിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ആ 5 ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് ബൈബിൾ വായിച്ച് റെഡിയായി ഇരുന്നോളൂ. ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ദൈവം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബൈ. Wow.